അങ്ങനെ എൻ്റെ ഫോർഡ് ഫിയസ്റ്റ 2,00,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിരിക്കുകയാണ്. സോ ഞാനിന്ന് പറയാൻ പോകുന്ന ഇവൻ്റെ സ്റ്റോറിയാണ്. ഞാൻ ഇവൻ്റിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു, എങ്ങനെയാണ് ഇവൻ്റെ മെയിൻ്റനൻസ്, പിന്നെ ഫോർഡ് കാറുകൾക്കുള്ള പ്രത്യേക താല്പര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ ഫസ്റ്റ് വണ്ടി ഒരു ഫോർഡ് ലേസറാണ്, ഫോർഡ് ലേസർ GL. അതൊരു ഇമ്പോർട്ടഡ് കാറായിരുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കാറാണ്, 1992 മോഡൽ. ഞാനത് എടുക്കുന്നത് 2010-ലാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അടിപൊളി കാറാണ്. AC ഒക്കെ വേറെ ലെവലാണ്, നല്ല കംഫർട്ടാണ്, നല്ല പവറാണ്. 1500cc എഞ്ചിനാണെങ്കിലും നല്ല പവർ. അതൊരു മാസ്റ്റർ റീബാഡ് ചെയ്ത ഫോർഡ് കാറാണ്. അതായത് കാർ മൊത്തത്തിൽ എല്ലാ പാർട്സും മെയ്ഡ് ഇൻ ജപ്പാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്താണ് ഫോർഡ് ഐക്കനെ കുറിച്ച് പറയാൻ, ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആൻഡ് പെർഫോമൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നെങ്കിലും മെയിൻ്റനൻസ് ഭയങ്കരമായിട്ട് കൈ പുള്ളുന്നൊരു ലെവലായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യത്തെ ഓണർ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കിട്ടിയ കാറിന് പണി കിട്ടിയത്. പിന്നീടുള്ളതാണ് ഇവനെക്കുറിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ ഫോർഡ് ഫിയസ്റ്റ ഡീസൽ. ഞാൻ ആദ്യമായിട്ടൊരു ഫോർഡ് അല്ലെങ്കിൽ ഒരു ഡീസൽ കാർ ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഇവനാണ്, ഫോർഡ് ഫിയസ്റ്റയാണ്. കാരണം അതിന് മുമ്പൊക്കെ നമുക്ക് പേടിയായിരുന്നു ഡീസലിലോട്ട് പോകാനായിട്ട്. കാരണം ഡീസൽ കാറുകൾ ഭയങ്കര എക്സ്പെൻസീവാണ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആൾക്കാർ ഓരോ ഖ്യാതിയൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഒരു ഡീസൽ കാറിലോട്ട് പോകാൻ. എങ്കിലും ഇവനിലോട്ട് എത്തിപ്പെടേണ്ടതായിട്ട് വന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന കാറുകളെന്ന് വെച്ചാൽ എനിക്ക് ഫോർഡ് കാറുകളല്ലാതെ ഉണ്ടായിരുന്ന ലാൻസർ, മിറ്റ്സുബിഷി ലാൻസർ പെട്രോൾ. അതിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വണ്ടി ഒരു രക്ഷയില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്രോൾ തീർന്നു പോകും. പിന്നീടുള്ള ഹോണ്ട സിറ്റിയുടെ കാലം എന്ന് വെച്ചാൽ ഭയങ്കര വിവിഡാണ് ഞങ്ങൾക്ക് മനസ്സിൽ. കാരണം ഒരു പണിയുമില്ല, വർക്ക്ഷോപ്പിൽ ഒരു ദിവസം പോലും കയറേണ്ടി വന്നിട്ടില്ല. വല്ല ഇടിയോ തട്ടോ മുട്ടോ വന്നാൽ മാത്രം പാച്ച് വർക്ക് വല്ലതും ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ കയറിയാൽ മതി. അല്ലാതെ കാറായിട്ട് നമുക്ക് ഒരു പണിയും നടത്തില്ല, ഒരു പാർട്സിനും കംപ്ലയിൻസ് ഇല്ല. പിന്നെ 1.3 ഹൈപ്പർ 16 വാൽവ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 16 മൈലേജും കിട്ടുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാതെ പോകുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു ചെറിയ വീട്ടിലോട്ട് മാറിയപ്പോഴത്തേക്ക് അവിടെ കാർ പോർച്ചിന് സൗകര്യം കുറവായതുകൊണ്ട് ഞങ്ങൾക്കൊരു സെഡാൻ മേടിക്കേണ്ടതായിട്ട് വന്നു. കാരണം എപ്പോഴും വണ്ടി കൊണ്ട് റോഡ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ Type 2 ഹോണ്ട സിറ്റി ഞാനും എൻ്റെ അനിയനും കൂടെ കൊടുത്തിട്ട് മേടിച്ചാണ് സാൻഡ്രോസിങ്. അതിനിടയ്ക്ക് ഒരു ആൾട്ടോയും കൂടെ ഉണ്ടായിരുന്നു. ആൾട്ടോയും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് മേടിച്ചാൽ സാൻഡ്രോസിങ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഹോണ്ട സിറ്റിയേക്കാളും മൈലേജ് കുറവാണ് സാൻഡ്രോസിങ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒട്ടും മൈലേജ് ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട് ആര്യാടിൽ നിന്ന് നേരെ ആലപ്പുഴ വണ്ടാന ഹോസ്പിറ്റലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും 300 രൂപയോളം പെട്രോൾ ചിലവാകുന്നുണ്ടായിരുന്നു. അതും കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് താഴോട്ട് വന്നു തുടങ്ങി. കാരണം ഇവനെ ഒട്ടും കൊണ്ടുപോകാൻ പറ്റാതായപ്പോഴത്തേക്കും സാൻഡ്രോ ഒട്ടും മേയ്ക്കാൻ പറ്റുന്നില്ല. സംഭവം പറയുമ്പോൾ കുഞ്ഞു കാറും ഒക്കെ ആണെങ്കിലും രസമൊക്കെയാണ് ഓടിക്കാനെങ്കിലും മേയ്ക്കാൻ വളരെ പാടാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളെ ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചേട്ടാ ഒരു ഡീസൽ കാർ എടുത്താൽ കൊള്ളാമെന്നുണ്ട്, യൂസ്ഡ് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡീസൽ കാർ ഏതാണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് നിൽക്കണം. സ്വിഫ്റ്റൊക്കെ അടിപൊളിയാണ് ഡീസൽ കാറിൽ പറയാനായിട്ട്, പക്ഷേ ബഡ്ജറ്റിൽ ഒരിക്കലും നമുക്ക് സ്വിഫ്റ്റ് കാണത്തില്ല. ഇവനെ ഞങ്ങൾ മേടിക്കുക 2015-ലാണ്. 2015 ഞാൻ ഈ ഫോർഡ് ഫിയസ്റ്റ മേടിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറേ സ്വിഫ്റ്റൊക്കെ പോയി നോക്കിയായിരുന്നു. അന്ന് സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് 2,10,000 രൂപയ്ക്ക് കിട്ടുന്ന സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിച്ച് പപ്പടമായ വണ്ടികളാണ് 90%. കാരണം അത്രയ്ക്ക് സ്വിഫ്റ്റിന് കത്തി നിൽക്കുന്നതുകൊണ്ട് നല്ല റീസെയിൽ വാല്യൂ ആണ്. അപ്പം നമുക്കെന്തായാലും സാൻഡ്രോയിൽ നിന്ന് മാറിയേ പറ്റത്തുള്ളൂ. എന്നാൽ സ്വിഫ്റ്റ് മേടിക്കാനുള്ള റീസെയിൽ വാല്യൂ ഇല്ല. അപ്പോഴാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെ രതീഷിടം പറഞ്ഞത്, ഒരു ഫോർഡ് ഫിയസ്റ്റ നോക്ക്. സത്യം പറഞ്ഞാൽ ഫോർഡ് വണ്ടി എടുക്കാനായിട്ട് കുറച്ചൊരു മടിയുണ്ടായിരുന്നു. കാരണം അവസാനം എടുത്ത ഫോർഡ് ഐക്കൺ ശരിക്കും കൈപുള്ളിയൊരു വണ്ടിയായിരുന്നു. കാരണം അത് നേരത്തെ ഓണർ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാതെ ഞങ്ങളെടുത്തപ്പോഴത്തേക്കുള്ള പണിയെല്ലാം കൂടെ ഞങ്ങളുടെ തലയ്ക്ക് വന്നതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും കൂടെ പെട്ടുപോയെന്ന് വിചാരിച്ച കാറാണ്. അതുകൊണ്ട് ഫോർഡ് കാർ എടുക്കാൻ പിന്നീടൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഫോർഡ് ലേസർ ആയാലും സ്പെയർ കിട്ടാനില്ലായിരുന്നു. ഐക്കൺ ആണെങ്കിൽ സ്പെയറിനും ഭയങ്കര വില, പണി വന്നാൽ ഒട്ടും കൈ നിൽക്കത്തുമില്ല, മെയിൻ്റെനൻസ് ഒട്ടും ചെയ്യാത്ത വണ്ടികളായിരുന്നു. എന്നാലും നമ്മൾ പുള്ളി പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ഞാൻ വണ്ടി കൊണ്ട് കാണിക്കാം, നോക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ ഈ കാറ് ഞങ്ങൾ നേരെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞ രതീഷേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചു. ഇപ്പോൾ രതീഷേട്ടൻ വണ്ടി ഓടിച്ചൊക്കെ നോക്കി, എഞ്ചിനൊക്കെ നോക്കിയിട്ട് പറഞ്ഞു എടുത്തോ പക്ക. എൻ്റെ ഫോർഡ് ഫിയസ്റ്റ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഞങ്ങൾ എടുക്കുമ്പോൾ 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ വരെയും കറക്റ്റായിട്ട് കമ്പനി സർവീസ് റെക്കോർഡും ഉള്ളതുകൊണ്ട് നമുക്ക് സർവീസിൻ്റെ കാര്യത്തിൽ ഒട്ടും പേടിയില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം വണ്ടി പെർഫെക്റ്റ്ലി ഷോറൂം സർവീസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫോർഡ് ഫിയസ്റ്റ എടുത്തത്. ഈ ഫോർഡ് ഫിയസ്റ്റ എടുത്തപ്പോൾ തൊട്ടാണ് മൊത്തത്തിൽ ജീവിതത്തിന് മാറ്റം വന്ന് തോന്നി തുടങ്ങിയത്.
കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് രാത്രിയിലാകുമ്പോഴത്തേക്ക് അമ്മയും ഞാനും അനിയനും കൂടെ എല്ലാ ദിവസവും കറങ്ങാനൊക്കെ പോകും. കാരണം കൊറോണ കാലത്തിന് മുമ്പൊക്കെ ഇടയ്ക്കൊക്കെ കറങ്ങാൻ പോകും. അങ്ങനെ കറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ 500-600 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാൽ, സാൻഡ്രോയ്ക്ക് അടിച്ചിട്ടാൽ ഒരു 3-4 ദിവസം ആലപ്പുഴ ടൗണിലൊക്കെ 2 പ്രാവശ്യം കറങ്ങി കഴിയുമ്പോഴത്തേക്കും പെട്രോൾ ഫുള്ള് തീർന്നു പോകും. ഈ ഫോർഡ് ഫിയസ്റ്റ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ മീറ്ററിന് കംപ്ലയിൻറ്റ് വന്നു. അതായത് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാതായി. സ്പീഡോമീറ്റർ അല്ല, നമ്മുടെ ഫ്യൂൽ ഗേജ് വർക്ക് ചെയ്യാതായി. ഫ്യൂൽ ഗേജ് വർക്ക് ചെയ്യാതായപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു, ഈശ്വര പണി കിട്ടിയല്ലോ, ഫ്യൂൽ ഗേജ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പം ഈ സാൻഡ്രോ പോലെ 300-200 രൂപയ്ക്കൊക്കെ ഒരു കറക്കം കഴിഞ്ഞിട്ട്, ഒരു ആലപ്പുഴ ടൗണിലിട്ട് 2 കറക്കം കഴിഞ്ഞിട്ട് കൊണ്ട് ഒരു 300 രൂപയ്ക്കൊക്കെ ഡീസൽ അടിച്ചിടും. അങ്ങനെ ഡീസൽ അടിച്ചിട്ട് ഒരു കാലഘട്ടമായപ്പോൾ, ഇടയ്ക്കൊരു കാലമായപ്പോഴത്തേക്കും ഡീസൽ അടിച്ചാൽ പിന്നെ ഇതിനകത്തോട്ട് കയറത്തില്ല. നമുക്ക് ഫ്യൂൽ ഗേജ് വർക്ക് ചെയ്യത്തുമില്ല, ഡീസൽ ഒട്ടും കയറത്തില്ല. ഡീസൽ അടിച്ച് തിരിച്ചു വരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു എന്താണ് പ്രശ്നമെന്ന് അറിയാതെ ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ട് കാണിച്ചു. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ടാങ്കിന് എന്തെങ്കിലും പ്രശ്നം കാണുന്നതാണ്, ഫ്യൂൽ ടാങ്കിന് പ്രശ്നമുണ്ടെന്നാണ്. അപ്പോഴത്തേക്ക് ഈ രതീഷനൊക്കെ തന്നെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞിട്ടാ ഫ്യൂൽ അടിച്ചിട്ട് കയറുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ പുള്ളി ഈ സംഭവം ടാങ്കിനകത്തോട്ട് എന്തോ ഇതിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയ പൈപ്പിട്ട് നോക്കി ടാങ്കിനകത്തോട്ട് പൈപ്പിട്ട് നോക്കിയപ്പോഴത്തേക്കും ടാങ്ക് ഫുള്ള് ഡീസൽ കിടക്കുവാണ്. ഡീസൽ ഫുള്ളായതുകൊണ്ടാണ് നമുക്ക് പിന്നീടും ഡീസൽ അടിക്കാൻ പറ്റായിരുന്നു. അതായത് ഫുൾ ടാങ്ക് ഡീസലായിരുന്നു. ഞങ്ങൾ മീറ്റർ ശരിയാക്കിയപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. കാരണം ഫുള്ളും കഴിഞ്ഞ് നിൽക്കുവാണ് മീറ്ററിനകത്ത് ഡീസലിൻ്റെ ലെവല്. കാരണം അത്രത്തോളം മൈലേജായിരുന്നു ഇവൻ തന്നുകൊണ്ടിരുന്നത്. 21, 22, 24 ഒക്കെ വെച്ച് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരു 20-22 കിട്ടുന്നുമുണ്ട്. ഇത്ര ഓടിയിട്ടും 2 ലക്ഷം കിലോമീറ്റർ ആയിട്ടും. അന്ന് തൊട്ട് ഇവനെ പലപ്പോഴും നമ്മുടെ ഫോർഡ് ഫിയസ്റ്റ കൊടുക്കണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇത്ര പഴയ മോഡലാണ്, നിങ്ങളിത് എങ്ങനെ കൊണ്ടു നടക്കുന്നു, ഇത് വഴി കിടക്കും എന്നൊക്കെ പലരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാനൊട്ടും ഒരു മനസ്സ് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ മൈലേജും പിന്നെ അൾട്രാ റിലയബിൾ എന്ന് തന്നെ പറയുന്നത്. ചെറിയ പണികൾ വല്ലതും എന്തെങ്കിലുമൊക്കെ വന്നാലായി, അല്ലാതെ വലിയ പണിയൊന്നും ചെയ്തിട്ടില്ല. ആപ്പടെ കിട്ടിയ പണികളും പറഞ്ഞുതരാം. ആദ്യം പോയത് ഒരു റോട്ടർ എന്ന് പറഞ്ഞ സാധനമാണ്. അത് 3000 രൂപ മുടക്കിയിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ടിലെ ഷോക്ക് ചെറിയൊരു സൗണ്ട് വന്നപ്പോഴത്തേക്ക് ഷോക്ക് 2 കൂടെ മാറി. അന്ന് 2019 ഷോക്ക് മാറുമ്പോൾ ഇതിന് വില വെറും 5000-6000 രൂപയുള്ളായിരുന്നു ഷോക്ക് 2 കൂടെ മാറാൻ. ഷോറൂമിൽ മാറിയപ്പം. പിന്നെ ടൈമിംഗ് ബെൽറ്റ്, അത് പിന്നെ മെയിൻ്റനൻസ് ആയിട്ട് ഞാൻ കൂട്ടുന്നില്ല. പിന്നെ AC 2 പ്രാവശ്യം പണിതിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂളിംഗ് കോയിലും പോയി, ഒരു പ്രാവശ്യം കണ്ടൻസറും പോയി. അങ്ങനെ 2 പ്രാവശ്യം AC പണിതിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഈ ഇടയായിട്ട് ആൾട്ടർനേറ്ററിൻ്റെ പുള്ളി പോയി, ആൾട്ടർനേറ്ററിൻ്റെ 1 വേ ക്ലച്ച് പോയി. പിന്നെ ഒരു തവണ ഒരു ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ് വന്നു. കാരണം കുറേ നാൾ നമ്മുടെ അർമടം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇവനെ എടുക്കത്തേ ഇല്ലായിരുന്നു. ഇങ്ങനെ എടുക്കാതെ 2-3-4 മാസം കിടന്ന് കഴിഞ്ഞിട്ട് ബാറ്ററിയൊക്കെ ചാർജ് എടുത്തപ്പോഴത്തേക്കും വണ്ടി ഫുള്ളായിട്ട് കുലുങ്ങാൻ തുടങ്ങി. പിന്നെ മീറ്ററിനകത്ത് ചക്രം പോലത്തെ സിമ്പിളും വന്നു. ആ സിമ്പിൾ വന്നപ്പോഴത്തേക്ക് കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു 4ാമത്തെ ഇഞ്ചക്ടർ അടിച്ചു പോയി. അങ്ങനെ ഒരു 4ാമത്തെ ഇഞ്ചക്ടറൊന്നും പുതിയ മേടിച്ചിട്ടു അവർ പറഞ്ഞതനുസരിച്ച്. പിന്നീട് ഇഞ്ചക്ടറിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. സോ എത്ര ഈ 2 ലക്ഷം കിലോമീറ്റേഴ്സും സ്മൂത്തായിട്ട് ഓടാനായിട്ട് എന്നെ സഹായിച്ച ഒരു ഒറ്റ കാര്യമാണ് പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ്. നമ്മൾ ഈ ഫോർഡ് വണ്ടി എടുക്കുന്ന പലരും ഇത് പെർഫെക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പണി കിട്ടുന്നത്. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഈ വണ്ടിക്ക് ആപ്പാടെ വേണ്ട മെയിൻ്റെനൻസ് എന്ന് വെച്ചാൽ 2 വർഷം കൂടുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഫ്യൂൽ ഫിൽറ്റർ മാറിയിരിക്കണം. 2 വർഷത്തിൽ ഫ്യൂൽ ഫിൽറ്റർ മാറിയില്ലെങ്കിൽ ആ ഫ്യൂവലിനകത്തുള്ള കണ്ടാമിനൻസ് എല്ലാം കൂടെ കയറി ഇഞ്ചക്ടറിനകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഞ്ചക്ടർ അടിച്ചു പോകും. ഇഞ്ചക്ടർ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ 10, 13,000, 14,000 രൂപ ഒരു ഇഞ്ചക്ടറിന് വെച്ച് തുകയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ 2 എന്ന് വെച്ചാൽ 2000 RPM തൊട്ടാണ് ഇതിൻ്റെ ടെർബോയുടെ പവർ വരുന്നത്. ടെർബോയുടെ പവർ കഴിഞ്ഞിട്ട് 3000 RPMൻ്റെ മേളിൽ ഒരിക്കലും ഈ വണ്ടി സ്ട്രെസ് ചെയ്ത് ഓടിക്കരുത്. കാരണം ചെറിയൊരു എഞ്ചിനുമാണ്, ചെറിയൊരു ടെർബോ ചാർജ് യൂണിറ്റാണ്. ടെർബോയ്ക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ആവും. പിന്നെ ഞാൻ പണ്ടെപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഓടിച്ച് നല്ല സ്പീഡ് കാലെ കൊടുത്ത് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ച് നേരെ കൊണ്ടുവന്നിട്ട് അപ്പോൾ തന്നെ വണ്ടിയുടെ കീ ഓഫ് ചെയ്യുന്നത്. അങ്ങനെ കീ ഓഫ് ചെയ്താലും ഈ ടെർബോ ചാർജിൻ്റെ ലൈഫ് കുറയും. കാരണം ഓയിൽ സപ്ലൈ എപ്പോൾ നിൽക്കുന്നോ അല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ എപ്പോൾ നിൽക്കുന്നോ അപ്പോൾ തന്നെ ഓയിൽ സപ്ലൈ കട്ടാകും. ഓയിൽ സപ്ലൈ കട്ടായി കഴിഞ്ഞിട്ടും ടെർബോ ചാർജ് കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം എഞ്ചിൻ്റെ RPMൻ്റെ 4 മടങ്ങ് അല്ല ഒരു 10 മടങ്ങ് കൂടുതലായിട്ടായിരിക്കും. അതായത് 1000 RPMൽ എഞ്ചിൻ കറങ്ങുവാണെങ്കിൽ, റെവല്യൂഷൻ പെർ മിനിറ്റ് 1000 ആണെങ്കിൽ ടെർബോയുടെ കറക്കം ചിലപ്പോൾ 2 ലക്ഷമോ 1 ലക്ഷത്തിലൊക്കെ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ടാവും. ഓയിൽ സപ്ലൈ കട്ട് ചെയ്ത് എഞ്ചിൻ ഓഫ് ചെയ്യുന്നതിനൊപ്പം ഓയിൽ സപ്ലൈ കട്ടായാലും ടെർബോ കിടന്ന് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ടെർബോ ചാർജിൻ്റെ ബെയറിങ്സ് ഒക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ
ചെറിയ ഈ ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ്സ്, ഷോക്കിന് ലീക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കൊണ്ട് മാറുവാണെങ്കിൽ ഒരു പണിയില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ഫിയസ്റ്റ ഓടിച്ച് നടക്കാൻ പറ്റും. പിന്നീട് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ഫ്യൂവലിൽ എം ടിയിലോട്ട് വരാറില്ല. അതായത് ഇതിനകത്ത് എം ടിയുടെ സിമ്പിൾ കത്തിക്കിടക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കാറില്ല. നമ്മളെപ്പോഴും ലാസ്റ്റത്തെ ഒരു പോയിന്റ് ഞാൻ എം ടി ആയിട്ട് മനസ്സിൽ സങ്കല്പിച്ച് അതിന് മേളിലോട്ടാണ് ഡീസൽ അടിച്ച് ഇടുന്നത്. കാരണം ഡീസൽ ലോ ആയിട്ട് ഓടിച്ചാലും ഇതിനകത്തുള്ള കണ്ടാമിനൻസ് എല്ലാം കൂടെ നേരെ ഇഞ്ചക്ടറിനകത്ത് കയറി ഇഞ്ചക്ടർ അടയാൻ ചാൻസ് ഉണ്ടാവും. ഇഞ്ചക്ടർ പണിയാണ് ഈ വണ്ടിയിൽ ഏറ്റവും പേടിക്കേണ്ടത്. വേറൊന്നും നമുക്ക് വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ 2 ലക്ഷം കിലോമീറ്റേഴ്സായി. പലരും പറയുന്നുണ്ട് ഇവനെ ഇപ്പോൾ കൊടുക്കാനായിട്ട്. എന്തായാലും കൊടുത്തിട്ട് ഈ മൈലേജ് ഉള്ളൊരു കാറ് വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവനെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് വേറൊരു കാര്യം വെച്ചാൽ ഇവൻ്റെ ഒരു A to Z കാര്യങ്ങൾ, ഇവന് എന്തൊക്കെ മാറിയിട്ടുണ്ട്, എന്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതെല്ലാം എൻ്റെ ഫുൾ ലിസ്റ്റുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് പീസ് ഓഫ് മൈൻഡാണ്. അല്ലെങ്കിൽ ഇവനെ കൊടുത്തിട്ട് എനിക്ക് പുതിയ വണ്ടി എടുക്കാനാണെങ്കിൽ അതും എനിക്ക് ലാഭമാണ്. പക്ഷേ പുതിയ വണ്ടി എടുക്കണമെങ്കിലും അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പുതിയൊരു ഡീസൽ കാർ വേറെ ഏത് സെഗ്മെൻ്റ് എടുത്താലും നല്ലൊരു തുക ഇനിഷ്യലി ചിലവാക്കേണ്ടി വരും. അത് അത്രത്തോളം ചിലവാക്കാനായിട്ട് ഇപ്പം കുറച്ച് ടൈറ്റുമാണ്, എനിക്ക് കുറച്ച് മടിയുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു ഇവനെ ഒന്നും കൂടെ റെഡിയാക്കി. എന്തായാലും 2 ലക്ഷമായി. ഇവനൊന്ന് ഫുൾ റീപെയിൻ്റ് ഒക്കെ ചെയ്ത് ചെറിയ പണികളൊക്കെ ഉണ്ട്. ടെർബോയ്ക്ക് ചെറിയ ലീക്കൊക്കെ